ഹലോ, വെൽക്കം ഇസ് മീ ക്രിസ്പ് സർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ന്യൂമറോളജിയെ പറ്റിയാണ്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ്. ഒരു വ്യക്തിയുടെ പേര് മാത്രം വെച്ച് നിങ്ങൾക്കൊരു ഓൾമോസ്റ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. ജസ്റ്റ് ഇത് മനസ്സിലാക്കിയെടുക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ അതിനെ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, മന്ത്രങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ മാറ്റാം. നമുക്കിതിനെപ്പറ്റി ഒരു ബേസിക് ലോജിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബേസിക് ഒരു എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടേ. അതുമാത്രമല്ല, ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടിക്ക് പേരിടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് റീസൺ നമുക്ക് മനസ്സിലാക്കേണ്ടി, പിന്നെ പലതും നമുക്ക് മനസ്സിലാക്കേണ്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്തിട്ട് ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ന്യൂമറോളജിയെ പറ്റിയാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ലോകത്തുള്ള കല്ലിനായാലും മണ്ണിനായാലും തുരുമ്പിനായാലും എന്തിനായാലും പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഹിന്ദു മിത്തോളജിയിൽ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊന്നാണ്, നാരായണൻ തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട്, സർവ്വവ്യാപിയാണ് എന്ന് പറയും. ദൈവം സർവ്വവ്യാപിയാണെന്ന് പറയും. കാരണം പ്ലാനറ്റിനെ പറ്റിയാണ് പറയണത്, ഗ്രഹങ്ങളെ പറ്റിയാണ് പറയുന്നത്, അല്ല വേറെ ദൈവങ്ങളെ പറ്റിയൊന്നുമല്ല. മനസ്സിലായി? ഇതാണ് പറയുന്നത്. പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ലോകം മുഴുവനുണ്ട്. നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളിലായാലും അക്ഷരങ്ങളിലായാലും എന്തിനായാലും, നമ്മളിപ്പോൾ പറയുന്ന വാക്കിലായാലും പല പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ഉണ്ട്. വിശ്വാസം വരത്തില്ല, ആർക്കും വിശ്വാസം വരത്തില്ല. ഞാൻ ഈ ആസ്ട്രോളജിയെ പറ്റിയൊക്കെ ആദ്യം ഞാൻ പലയിടത്ത് ചർച്ചയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് കൂടുതലാണ്. മീൻസ് ഞാൻ ഒരുമാതിരി അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണ്, ഞാൻ അങ്ങനെ പലതും പറയുന്നുണ്ട്. പക്ഷേ ഇതേ ഡയലോഗ് അടിച്ചവരുടെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും നോക്കി അവരുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവരെന്നോട് കാണിച്ചൊരു കാര്യമുണ്ട്. ബ്രോ, ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പുറമേ കാണുമ്പോൾ എല്ലാവർക്കും ഫേക്കായിട്ട് തോന്നും. പക്ഷേ അതിൽ അറിഞ്ഞു വരുമ്പോൾ അത് ജെന്യുവിനാണെന്ന് തോന്നും. ഇതാണ് കാര്യം. ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്, അത്ര പറയുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷേ വിമർശിക്കുന്നവർക്ക് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. വിമർശിക്കുന്നവർ എനിക്ക് കാരണം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യമായിട്ട് വിമർശിക്കുന്ന അറിവില്ല. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. അതാണ് കാര്യം. പക്ഷെ തെറി എങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, എൻ്റെ വായിരിക്കുന്ന അപരാധം കേൾക്കും. തള്ളക്ക് എന്നെ കേൾക്കും, തള്ളക്ക് വിളിച്ച തള്ളക്ക് കേൾക്കും, തന്തക്ക് വിളിച്ച തന്തക്ക് കേൾക്കും. എനിക്ക് അതുപോലെ കേൾക്കും. എനിക്ക് അപ്പൂപ്പനെ വിളിക്കും. അതുകൊണ്ട് തെറി വിളിച്ചുള്ള ഗുണയൊന്നും വേണ്ട. മര്യാദയ്ക്ക് എന്താണോ വിമർശിക്കാൻ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ ചെയ്യാനുള്ള പരിപാടി പോയിൻ്റ് നിങ്ങൾ പറയുള്ളത് പറയാം. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് സമയം കളയില്ല, നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ മന്ത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിലൂടെ നമ്മൾ പല പ്ലാനറ്റിൻ്റെ വൈബ്രേഷൻ കൂട്ടി പോസിറ്റീവ് ആക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മന്ത്രം അങ്ങനെയാണ്. ബേസിക്കലി മന്ത്രം പല രീതിയിലുണ്ട്. ഒന്നാമത്തെ കാര്യം, മന്ത്രങ്ങൾ 108 പ്രാവശ്യവും 41 പ്രാവശ്യവും ഒക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയും. അത് സൈക്കോളജിക്കലിയാണ്. സൈക്കോളജിക്കലി നമ്മളൊരു 41 ദിവസം ചെയ്യുമ്പോഴും അതേ തന്നെ ഒരു കാര്യം പ്രത്യേക ഡ്യൂറേഷനിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റഡ് ആവും, നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ അത് റെഡിയാവും. ഇതാണ് കാര്യം. പിന്നെ സന്ധ്യാസമയത്ത് നാമം ജപിക്കുക എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മുടെ ബോഡി നമ്മുടെ എർത്ത് യൂണിവേഴ്സിൽ കണക്ഷൻ കിട്ടുന്നത്. അതാണ് കാര്യം. പ്രത്യേകിച്ച് 4 മണിക്ക് എണീക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. ആ സമയത്ത് നമ്മുടെ ബോഡി ഫുള്ളും പീസായിരിക്കും. അതാണ് ഈ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ ഒരു സമയം തിരഞ്ഞെടുക്കാനുള്ള സമയം, രാവിലെ ഒരു പ്രത്യേക മൊമെൻറ്റ് വരെ, രാവിലെ സമയത്തൊക്കെ. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. പീസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ സൈക്കോളജി വൈസ് മന്ത്രം നമുക്ക് പോസിറ്റീവ് ആവും. അതുമാത്രമല്ല, സൈക്കോളജി ഇപ്പോൾ മന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ വാരി വലിച്ച് നിങ്ങൾ മന്ത്രം പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഹോറോസ്കോപ്പ് നോക്കുക, അതിൽ ഏത് ഗ്രഹത്തിനാണ് നിങ്ങൾക്ക് പ്രോബ്ലം, ഏത് ഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് തരുന്നത്, ആ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ മന്ത്രം ഉപയോഗിക്കുക. പിന്നെ മന്ത്രം ജീവിക്കുന്നതിൻ്റെ ഒരു കാര്യം, മതവിശ്വാസികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ദൈവങ്ങളെ പേരിച്ച് നിങ്ങൾ മന്ത്രം ജപിക്കാതിരിക്കുക. കാരണം അത് വേറെ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ആണ്. മനസ്സിലായി? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹിന്ദു മിത്തോളജിയിൽ എക്സാമ്പിൾ ഇപ്പം യേശു എന്ന് പറയുന്ന ഒരു പേരുണ്ട്. യേശു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യൻസൊക്കെ ജീവിക്കാറുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ മൂന്നുമായി ഇൻഫ്ലുവൻസ് ഉള്ളൊരു കാര്യം. അതിൽ സണ്ണ് വരത്തില്ല. അതാണ് കാര്യം.
അപ്പോൾ നിങ്ങൾക്ക് സണ്ണാണ് സണ്ണിനാണ് ബലം കുറവെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുക, സണ്ണിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള മന്ത്രം ജപിക്കുക. മനസ്സിലായില്ല? ഇനി സപ്പോസ് നിങ്ങൾക്ക് മൂന്നിനാണ് ബലം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എന്തോ ചെയ്യാം, യേശുവിനെയൊക്കെ പ്രാർത്ഥിക്കാം. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്ലാനറ്റിൽ ഏത് പ്ലാനറ്റാണ് ബലം കുറവ് അത് വെച്ച് നിങ്ങൾ ചെയ്യണം. ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യട്ടെ, എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്താൽ മതി. അപ്പോയിൻമെൻറ്റ് എടുത്ത് എനിക്ക് വല്ല പേര് കേട്ട ആസ്ട്രോളജേഴ്സിൽ പോയി കാണുക, അവർ പറഞ്ഞു തരും. മനസ്സിലായി? ഇതാണ് കാര്യം. ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മഹാവിഷ്ണുവിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. മഹാവിഷ്ണുവിനെ പറ്റിയുള്ള തിയറി ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൂണിലും തുരുമ്പിലും ഈ ദൈവം സർവ്വവ്യാപിയാണ്, ദൈവ മനസ്സിലാണ് എന്നൊക്കെ പറയുന്നത്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റാണ്. നമ്മളെ ആസ്ട്രോളജിയിലുള്ള 9 ഗ്രഹമാണ് 9 പ്ലാനറ്റ്. മനസ്സിലായി? ഇതാണ് കാര്യം. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കാര്യം, മന്ത്രങ്ങളിലൂടെ ഒരു വ്യക്തിക്ക്, മന്ത്രം മീൻസ് നമ്മുടെ ഇമോഷൻ പ്ലസ് നമ്മുടെ വൈബ്രേഷൻ പ്ലസ് നമ്മുടെ വാക്കിലെ ഉച്ചാരണം ഒരു പ്രത്യേക ഗ്രഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം എന്നാണ് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സാത്തൻ സേവയ്ക്ക് വേറെ മന്ത്രം നെഗറ്റീവാണ്. പക്ഷേ നമ്മൾ ടെമ്പിളിലൊക്കെ പോകുമ്പോൾ പൂജ വയ്ക്കും, നമ്മൾ ടെമ്പിളിലൊക്കെ കുട്ടികളൊക്കെ പൂജ വയ്ക്കുമ്പോൾ ബുക്കുകളൊക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ എന്തോന്നാണ് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനെ പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരി വയ്ക്കാറുണ്ട്. മൂന്നുമായി ബന്ധപ്പെട്ട വാക്കുകൾ അവർ യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പല മതഗ്രന്ഥങ്ങളിലും പല രീതിയിലുമാണ്. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഓക്കെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പൂജ വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മെർക്കുറി എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കുന്ന മന്ത്രങ്ങളാണ് ജപിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടും ആ ഒരു പ്രത്യേക എനർജിയിൽ, ആ സ്ഥലത്തേക്ക്. അപ്പോൾ അത് ഒരു ഒബ്ജക്റ്റിലായാലും കയറും. ഇതിനാണ് കൂടോത്രം എന്നൊക്കെ കൂടോത്രം എന്ന് പറയുന്നതും അതേപോലെ തന്നെ നല്ലതെന്ന് പറയുന്നത്. ഓക്കെ. ഒരു വാക്കിലൂടെ നമുക്കൊരു പക്ഷെ അത് വാക്കിലൂടെ മാത്രം പറ്റുമെന്ന് പറയുന്നത്, നമ്മുടെ ഇമോഷൻ അതുപോലെ സെറ്റ് ആവണം. അതാണ് കാര്യം. വിശ്വാസക്കുറവ് പലർക്കും കാണും. അപ്പം എടുത്ത് വരിക, എനിക്ക് വേറെ വിഷയമൊന്നുമില്ല, എനിക്ക് ആര് വന്നാലും കുഴപ്പമൊന്നുമില്ല, ഏറ്റവും പ്രധാന ടൈം കൊണ്ടുപോയി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്കങ്ങനെ വേർതിരിവൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെളിയിലോട്ട് പോവാം. ഇതാണ് ഒരു ന്യൂമറോളജി എന്ന് പറയുന്ന. എക്സാമ്പിൾ, ആദിത്യൻ അറിയാലോ? ആദിത്യൻ ലോകത്തെ ഏറ്റവും സക്സസ് ആയ സിനിമകളുള്ളത് എയിലാണ്, വെച്ച് തുടങ്ങുന്ന പേരിലാണ്. കാരണം എന്തോന്നാണ്? സണ്ണിന് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വെച്ച് തുടങ്ങുന്ന പേര് ആദിത്യൻ. ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ ഈ ആദിത്യ എന്ന പേരിലുള്ളവർക്ക് സണ്ണിന് ഇൻഫ്ലുവൻസ് ഓൾറെഡി കാണും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ഇനിഷ്യൽ ചിലപ്പം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഇത് മാറാം. അപ്പോൾ പലതും ഇങ്ങനെ എക്സാമ്പിൾ ആദിത്യം, സണ്ണിൻ്റെ ഇൻഫ്ലുവൻസ്. അതേപോലെ ഇതാണ് കാര്യം. അപ്പോൾ നമ്മളൊരു വ്യക്തിക്കൊരു പേരിടുമ്പോൾ ആ പേര്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഗോവിന്ദ് എന്നാണ്. അപ്പോൾ എന്നെ ഒരുപാട് പേര് ഗോവിന്ദ് എന്ന് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും എനിക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ നടക്കുന്നത്. മീൻസ് ഞാൻ ഇപ്പോൾ ഒരു ഹീലറാവാം, അതിൽ തന്നെ ഒരു അഡ്വൈസറാവാം, അതിൽ തന്നെ എന്തും ആവാം. ഒരു ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏത് മേഖലയാവാം എനിക്ക്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം നമ്മുടെ ലൈഫിൽ വരും. മനസ്സിലായില്ലേ? അത് കരിയർ മാത്രം ആവണമെന്നില്ല, അത് എന്തൊരു ആവാം. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇത് പറയാൻ പറ്റില്ല. അതാണ് കാര്യം. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇപ്പം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് വേറെ, ജോലി സ്ഥലത്ത് വിളിക്കുന്ന പേര് വേറെ, അങ്ങനെ 2 പേരുകൾ വരാറുണ്ട്. അപ്പോൾ രണ്ടിടത്തും 2 കാറ്റഗറീസ് ഓഫ് സ്വഭാവം ആ ഒരു വ്യക്തിക്ക് വരുന്നത് കാണാൻ പറ്റും. അതുമാത്രമല്ല 2 രീതിയിലുള്ള പ്രവർത്തന ശേഷിയും വരുന്നത് കാണാൻ പറ്റും. മൊത്തത്തിൽ മാറുന്നത് കാണാൻ പറ്റും. അതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പേര് ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ നമ്മൾ കൃത്യമായി ഇടണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പേരിനാണ് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചു വെച്ച കുറച്ച് ന്യൂമറോളജിയാണ്. നിങ്ങൾക്ക് അതുപോലെ സ്പ്രെഡ് ചെയ്ത് തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ക്യാച്ച് ചെയ്തെടുക്കുക. ഇത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. അത്യാവശ്യം തലയോർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതാണ് കാര്യം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ആസ്ട്രോളജിയെ പറ്റിയുള്ള ബേസിക്കുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകത്തുള്ളൂ. എങ്കിലും നിങ്ങളൊന്ന് കേട്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മൂണിനെ പറ്റിയാണ്. മൂണെന്ന് വെച്ചാൽ അമ്മ, ഫുഡ്, ഭക്ഷണം, അതേപോലെ തന്നെ എന്തോന്നാണ് ഇത് ആഹാര ഭക്ഷണമാണ് മെയിനായിട്ട്. അതേപോലെ തന്നെ കഫക്കെട്ട്, ജലസംബന്ധമായ അസുഖം, ഇതെല്ലാം മൂണുമായി ബന്ധപ്പെട്ടതാണ്. മൂണെന്ന് പറഞ്ഞ ഒരു വാട്ടർ സൈനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേജുകൾ ഞാൻ പറയാം. ഒന്നാമത്തെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സു, ഷ, ഷി, അതേപോലെ തന്നെ ശശി, അതേപോലെ ഒരുപാട് പേജുകളുണ്ട്. ഈ ഒരു ഷു, ഷ, ഷി, ഇത് ഇങ്ങനത്തെ കാറ്റഗറീസ് ഓഫ് പേരിൽ തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ ഷ, അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം മൂന്ന് ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ പേജുകളോടത്തൊക്കെ മെജോറിറ്റി പേരെ ചോദിക്കും, നിൻ്റെ വീട്ടിൽ അച്ഛനോ നിൻ്റെ വീട്ടിൽ ആരെങ്കിലും ഫുഡുമായി ബന്ധപ്പെട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇല്ലെങ്കിൽ അവരടുത്ത് ചോദിക്കാറുണ്ട്, അതിനൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഫുഡുമായി കണക്ഷൻ അവിടെ എവിടെയെങ്കിലും കാണും ഈ ഒരു പേര് വരുമ്പോൾ. അവിടെ വീട്ടിൽ അവർക്കാണെങ്കിൽ ഇവർക്ക് കാണും. പ്ലസ് ഇതൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട്, സാറ്റനും കൂടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട് അവിടെ. മീൻസ് സാറ്റൻ അറിയാമല്ലോ, ഇതാണ് കാര്യം. പ്ലസ് ശുക്രൻ, ഇത് മൂന്ന് ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട് അവിടെ. ഇത് കുറച്ച് റിസ്കി എലമെൻ്റ് ആണ്. പക്ഷേ അത് മാത്രമല്ല, മൂന്നിന് വേറെ ലെറ്റേഴ്സും കൂടെ ഉണ്ട്. എക്സാമ്പിൾ ചന്തു, അതേപോലെ ചന്ദ്രു, അതേപോലെ വെച്ച് തുടങ്ങുന്ന പേരുകൾ, ചന്ദ്രൻ, ചന്ദ്രക, അതേപോലെ ഒരുപാട് വെച്ച് തുടങ്ങുന്ന പേരുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം മൂന്നിൻ്റെ ഇൻഫ്ലുവൻസുകളുള്ളൊരു പേരുകളൊക്കെയാണ് ഇതെല്ലാം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ചൊവ്വയെ പറ്റിയാണ്. ചൊവ്വയെ പറ്റി പറയണമെങ്കിൽ ഫ വിരാട് കോഹ്ലി. അപ്പോൾ വിരാട്, വീര. അതേപോലെ തന്നെ എന്തോന്ന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബു എന്നൊക്കെ പറഞ്ഞത് മെർക്കുറിയുമായി ബന്ധപ്പെട്ടതാണ്, മനസ്സിലായില്ലേ? ഇത് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വീഡിയോയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ഇതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അത്ര എനിക്ക് പറയുള്ളൂ. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയ ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് മാക്സിമം നോക്കാം, അത്ര എനിക്ക് പറയാറുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ബാബു ഇതെല്ലാം ബുധനാണ്, മനസ്സിലായി? അതേപോലെ ഫ എന്ന് പറഞ്ഞ മാഴ്സാണ്. അതേപോലെ വിരാട്ട്, ഇതൊക്കെ പറഞ്ഞ ഭാഷ. പിന്നെ അത് മാഴ്സാണ്. അതേപോലെ എന്തോന്ന് ഇങ്ങനത്തെ വാക്കുകളെല്ലാം മാഴ്സുമായി ബന്ധപ്പെട്ടതാണ്, മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇനി അടുത്ത് വെച്ച് തുടങ്ങുന്ന പേരുകൾ, അതും ഈ എന്തോന്നാണ് മെർക്കുറി പ്ലസ് എന്തോന്നാണ് സാറ്റനുമായി ബന്ധപ്പെട്ട പേരുകൾ ഒരുപാടുണ്ട്. എക്സാമ്പിൾ ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇത് മാത്രം വച്ചൊരു പേര് പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പറ്റത്തില്ല. കാരണം എക്സാമ്പിൾ ലക്ഷ്മി എന്ന് പറയുന്ന പേര് മാത്രമുണ്ടെങ്കിൽ അത് വീനസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഓക്കെയാണ്. ലക്ഷ്മി രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് സണ്ണും കൂടെ വരും. ഇനി ഞാൻ വേറൊരു പേര് പറയാം. എക്സാമ്പിൾ ഞാൻ വേറൊരു പേര് ഉണ്ടെങ്കിൽ എന്തോന്ന് വിനോദ് എന്ന് പറയുന്ന പേര് ജസ്റ്റ് എടുത്തു നോക്കാം. അതിൽ വിനോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ശുക്രൻ്റെ ഇതാണ്. മീൻസ് ശുക്രൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കുക. വീനസ് എന്തോന്നാണ്, മെർക്കുറി എന്താണ്, ജൂപ്പിറ്റർ, സാറ്റൻ എന്താ, ഇതെല്ലാം ഈ ഗ്രഹങ്ങളെ പറ്റി നിങ്ങളത് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഈ വീഡിയോ ഒന്ന് കാണുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥുനം ഈ രാശികളെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും എന്തോന്നാണ് ബുധൻ, എന്താണ് മെർക്കുറി. ഇതൊക്കെ വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബ് സീരീസ് അതൊക്കെ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇല്ലാതെ ഇപ്പം തുടക്കത്തിൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതാണ് കാര്യം. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ വേറെ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് മാഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ വിനോദ് എന്ന് പറയുന്ന നെയിമിലോട്ട് വരികയാണെങ്കിൽ വിനോദി പക്ക ശുക്രൻ്റെ കാരണം. പ്ലസ് ഇനി വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ശുക്രൻ പ്ലസ് സൺ, രണ്ട് ഗ്രഹം കൂടെ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. അപ്പോൾ
വി തന്നെ അപ്പോൾ ഇത് ഒരു വാക്കിൽ തന്നെ പലതും വരാം. ഒരു ലെറ്റർ ഫുള്ളുമായി നോക്കിയാൽ മാത്രമേ നമുക്ക് ജഡ്ജിമെൻറ്റ് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്ന് പറഞ്ഞ് ഒരുപാട് അനലറ്റിക്സും ഒരുപാട് റിസർച്ച് ചെയ്തപ്പോൾ മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ന്യൂമറോളജി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത കേതു, കല, ശുക്രൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കല, അതേപോലെ നക്ഷത്ര, അതേപോലെ ഒരുപാട് ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്. അതാണ് കാര്യം. ഓക്കെ. പ്രകാശ് എന്ന് പറയുമ്പോൾ തന്നെ സൺ പ്ലസ് ശുക്രൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല പല വാക്കുകളും പല പല പ്ലാനറ്ററി ഇൻഫ്ലുവൻസും വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക മൂണാണ്. അതിൽ വേറെ ഗ്രഹങ്ങളൊന്നും വരത്തില്ല. ഇതാണ് കാര്യം. അപ്പോൾ ചന്ദ്രൻ അപ്പോൾ ഷാനാവാസ്, അപ്പോൾ ഇതിലൊക്കെ പക്ക മൂണാണ്. വേറെ ഗ്രഹമൊന്നും വരത്തില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ള വിഷയമാണ്. പഠിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഇതാണ് കാര്യത്തെ പ്രത്യേകിച്ച് ഈ സണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ രാജൻ വെച്ചിട്ട് വന്ന പേജുകൾ. പക്ഷേ മാത്രമേ നോക്കാവൂ. എന്ന് പറയുന്ന വാക്കിൻ്റെ കാര്യം മാത്രം ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എ വെച്ചിട്ട് പോകുന്ന പേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതും അതേപോലെ ഓ വെച്ചിട്ട് പോകുന്ന പേജുകൾ, ഇതെല്ലാം സണ്ണൻ ഇൻഫ്ലുവൻസ് ഉള്ള പേജുകളാണ്. ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഇതുകൊണ്ടോ നല്ലതായിരിക്കും. ഇനി പറയാൻ പോകുന്നത് മെർക്കുറിയെ പറ്റി പറയുകയാണെങ്കിൽ ബാബു, അതേപോലെ ബി, ഈ വാക്കുകളൊക്കെയാണ്. പിന്നെ എൻ വരച്ച് വേണ വാക്കുകൾ വരും. അതേപോലെ ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. പിന്നെ വീനസിൽ തന്നെ വേണത് വേറെ വാക്കുകളെന്ന് വെച്ചാൽ എല്ല് വരും. ഓക്കെ. പിന്നെ കുമാർ വരും. അതേപോലെ ഒരുപാട് വാക്കുകളുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് പേജിടുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കണ്ട് മാത്രം പേജിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ആ കുട്ടിയുടെ ഹോറോസ്കോപ്പ് നോക്കിയിട്ട് അതിൽ ഏത് പ്ലാനറ്റാണോ വീക്ക് ആ പ്ലാനറ്റുമായി ഒത്തുചേരുന്നൊരു പേജിട്ട് കഴിഞ്ഞാൽ ആ പേജിടുമ്പോൾ ആ ഗ്രഹങ്ങൾ ആക്ടിവേറ്റ് ആകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു പേജ് എത്ര ഇമ്പോർട്ടൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പല പല ഗ്രഹങ്ങൾക്കും പല പല റേഡിയേഷനിലുള്ള പല പല പേജുകളുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ വിശാഖ് എന്ന് പറയുമ്പോൾ വി ആയി മാത്രം നോക്കുകയാണെങ്കിൽ വീനസ് ആണ്. പക്ഷേ ഷാ വരുമ്പോൾ 3 വന്ന്, അപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ട് പോകുന്ന സാധ്യതയുണ്ട്. എനിക്ക് കലാപരമായിട്ട് പോകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ 2 കാറ്റഗറിയും ഇവിടെ വരുന്നുണ്ട്. മൂൺ പ്ലസ് ശുക്രൻ രണ്ടും വരുന്നുണ്ട്. കലാരിക്ക് ഡിസൈൻ എന്തും ആവാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇനി ഞാൻ പറയുന്നത് മന്ത്രങ്ങളെ പറ്റിയാണ്. അടുത്ത സെക്ഷനിലോട്ട് നമ്മൾ കിടക്കുകയാണ്. മന്ത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ജപിക്കുന്ന മന്ത്രം ഒരു കാരണവശാൽ നിങ്ങൾ ടെമ്പിളിൽ നിന്ന് കിട്ടുന്ന മന്ത്രം വായിച്ച് ജപിക്കാൻ പാടില്ല. കാരണം അതെന്ന് പറഞ്ഞൊരു പ്രത്യേകതരം ദൈവങ്ങളെ മാത്രം അപ്രോസ് ചെയ്ത ഒരു മന്ത്രങ്ങളാണ്. അതിൽ ജീവിച്ചെന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയും കിട്ടാൻ പോകുന്നില്ല. ഇത് തന്നെ ഒരു പ്രത്യേകം ദൈവങ്ങളെ മാത്രം അപ്രോസ് ചെയ്തിരിക്കുന്ന മന്ത്രമാണ്. നിങ്ങൾക്ക് ഏത് പ്ലാനറ്റാണോ വീക്കാവുന്നത് ആ മന്ത്രങ്ങൾ മാത്രം പറയുക. നിങ്ങളുടെ പ്ലാനറ്ററി അത് മാത്രമേ അതുമായി ബന്ധപ്പെട്ട മന്ത്രം പറയുക. മനസ്സിലായി? ഇപ്പോൾ മാഴ്സാണ് ഇതാവണം. ഇതൊരു എക്സാമ്പിൾ പറയാം. മാഴ്സ് നെഗറ്റീവാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓം ബീജ എന്ന് പറയുമ്പോൾ അറിയാലോ മാഴ്സിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഫ എന്ന് പറയുമ്പോഴും ഫദയായ നമഹ, ഈ ഒരു മന്ത്രമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓൾമോസ്റ്റ് 95% ഈ മന്ത്രത്തിൽ വരുന്നത് മാഴ്സിന് ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ ഈ വാക്കുകളിലൂടെ നമുക്ക് മാഴ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഹിന്ദു മിത്തോളജിയിൽ മുരുകൻ എന്ന് പറയുന്ന ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ശരവണൻ എന്ന് പറയുന്നത്. ശരവണൻ, ഷൺമുഖൻ, അങ്ങനെ പല പല പേരുകൾ മുരുകനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ അവിടെ ആക്ടിവേറ്റ് ആവുന്നത് മൂന്നെണ്ണം ആക്ടിവേറ്റ് ആണ്. കാരണം ഷാ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഫുഡുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ മാഴ്സ് വരുത്തില്ല. അപ്പോൾ അതൊക്കെ തെറ്റിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഏത് മതവിഷയത്തിൽ ഒരു അത്യാവശ്യം നോളജ് ഇല്ലാത്തൊരു ആടത്തൊക്കെ എക്സ്പീരിയൻസിൽ കിട്ടുന്ന നോളജ് ഇല്ലാത്തൊരു ആടത്തൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുരുകനെ പോയി പ്രാർത്ഥിക്കാനൊക്കെ പറയും, ഈ മന്ത്രങ്ങളൊക്കെ പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പറയുന്ന വാക്കിൽ പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ഉണ്ടോ
ആ ഒരു ഗ്രഹവുമായി ബന്ധപ്പെട്ട പ്ലാനറ്ററി ഇൻഫ്ലുവൻസ് ഉണ്ടോ? മനസ്സിലായി. ഇപ്പോൾ ഓം വീരഭദ്രയായ നമഃ എന്ന് പറയുമ്പോൾ അവിടെ മാത്സ് എന്ന് പറഞ്ഞ അവിടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ ഓം ചന്ദ്രയായ നമഃ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മൂണും ഇവിടെ വർക്കാവുന്നുണ്ട്. ഓം അപ്പോൾ ഇതൊക്കെയാണ് ഒരു വാക്കിനെ പ്രത്യേകത. അപ്പോൾ ഓം എന്ന് പറയുമ്പോൾ വാക്കെന്ന് പറയുമ്പോൾ തുടക്കമാണ് എല്ലാത്തിൻ്റെയും. ഇതാണ് കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തുടക്കത്തിന് റെപ്രസെൻ്റ് ചെയ്ത് അത് ചെയ്യാൻ വേണ്ടിയാണ് ഓം എന്ന് പറയുന്ന വാക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ഓം എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ ഈ പവർ കൂട്ടാൻ വേണ്ടിയാണ് ഓം എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഹിന്ദു മിത്തോളജിയിൽ ഓം എന്ന് പറഞ്ഞ ലെറ്റർ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരോ വാക്കുകളും അതുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളും യൂസ് ചെയ്യുക. ടെമ്പിളിൽ പലതും പറയും, പക്ഷെ അത് ടെമ്പിളിലും പള്ളിയിലുമൊക്കെ പലതും പറയും. മുസ്ലിം പള്ളിയിലും പലതും പറയും. അത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തോ നീക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓവറും ടൈമും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ നീക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ളത് മന്ത്രം നിങ്ങളുടെ റെഡിയാക്കാനുള്ള മുമ്പ് നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഹോറോസ്കോപ്പ് നോക്കുക. ഹോറോസ്കോപ്പ് ഡേറ്റും ടൈമും കൊടുത്ത് നിങ്ങളൊരു അറിയുന്നുള്ളൊരു ജ്യോതിഷനെ കൊണ്ട് നിങ്ങളൊരു ആശി ചാർട്ടോ നവാംശ ചാർട്ടോ പാവച്ചാർട്ടോ ഏതെങ്കിലും ചാർട്ടോ വാങ്ങിക്കുക. മനസ്സിലായില്ലേ? നവാംശ ചാർട്ടല്ല, നിങ്ങൾ പാവച്ചാർട്ട് വാങ്ങുക, ഈ ആശി ചാർട്ട് വാങ്ങുക. രണ്ട് ചാർട്ടുകൾ കിട്ടും. ഏതെങ്കിലും വാങ്ങിച്ചാൽ മതി. വാങ്ങിച്ചിട്ട് അത് ലാസ്റ്റ് ചോദിക്കുക, ഏത് ഗ്രഹമാണ് വീക്ക്, എൻ്റെ ഏത് ഗ്രഹമാണ് വീക്ക് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ ആസ്ട്രോളജി പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രഹം വീക്കാണ്, മീൻസ് ഈ ഒരു ഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, ഇനി കുറച്ച് ഗ്രഹങ്ങൾ ആക്ടിവേറ്റ് ആക്കാനുണ്ട് എന്ന് ആസ്ട്രോളജർ പറയും. അപ്പോൾ ആ ഗ്രഹങ്ങൾ മാത്രം ആക്ടിവേറ്റ് ആക്കാനുള്ള മന്ത്രങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുമ്പോൾ ആ പ്ലാനറ്റുമായി ബന്ധമുള്ള മന്ത്രങ്ങൾ മാത്രം പറയണം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഓം ശരവണായ ഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞത് മുരുകൻ മീൻസ് മൂണിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് ചൊവ്വയാണ് ആക്ടിവേറ്റ് ആക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓം ശരവണായ ഭവ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് ഓം വീരഭദ്രയായ നമഃ. കാരണം വീര പ്ലസ് ഭദ്ര ഈ രണ്ട് വാക്കും മാനസുമായി കണക്ഷനുള്ള വാക്കാണ്. അപ്പോൾ ഇത് വേണം നിങ്ങൾ ഉപയോഗിക്കാനുള്ളത്. ഹിന്ദു മിത്തോളജിയിലുള്ളൊരു ചൊവ്വയെ പോസിറ്റീവാക്കാൻ വേണ്ടി പലതും പറയും, മുരുകനെ പ്രാർത്ഥിക്കാൻ പറയും. അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഓരോ വാക്കുമായി ബന്ധപ്പെട്ട് ന്യൂമറോളജി വരുന്ന വാക്കുകൾ കൂടിച്ചേർന്നൊരു മന്ത്രമാണ് നിങ്ങൾ ജപിക്കാനുള്ളത്. എന്നാൽ അത് റിസൾട്ട് എടുത്തുള്ളൂ. അതുമാത്രമല്ല, ജപിക്കുമ്പോൾ ഉള്ളൊരു കാര്യം, നിങ്ങൾ മനസ്സിൽ കൗണ്ട് ചെയ്യുക. ഓരോ ഗ്രഹത്തിനും ഓരോ നമ്പറുണ്ട്. എക്സാമ്പിൾ ജൂപ്പിറ്ററിന് 3, അതേപോലെ പല പല ഗ്രഹങ്ങൾക്ക് പല പല നമ്പറുണ്ട്. ഇപ്പം മായസിന് 9. അങ്ങനെ പല പല ഗ്രഹങ്ങൾക്ക് പല പല നമ്പേഴ്സുണ്ട്. ആ നമ്പറിലൊക്കെ ജപിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് മനസ്സ് പീസാക്കുക, ഡെയിലി കുളിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്യാനുള്ളത് പ്രത്യേക ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ ഒരു മന്ത്രം ജപിക്കുക. ഇതിൽ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക്, പക്ഷേ ഈ ടൈമിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. എക്സാമ്പിൾ രാവിലെ എണീക്കുന്ന ടൈം, രാവിലെ 4 മണി തൊട്ട് രാവിലെ 6 മണി വരെ ബെസ്റ്റ് ടൈമാണ്. കാരണം ഈ സമയത്ത് നമ്മളെ മൈൻഡും ബോഡിയും എല്ലാം റിലാക്സും പീസും ആവും, നമ്മുടെ ഫ്രഷ് മൈൻഡായിരിക്കും. അതുകൊണ്ട് കുളിച്ച് ചെയ്യുമ്പോൾ അവിടെ ശുക്രൻ ആക്ടിവേറ്റ് ആകും. പിന്നെ ഈസിയാണ് സംഭവം. ജസ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യാനുള്ളത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യാസമയം മീൻസ് 6 മണി മുതൽ 4 മണി മുതൽ സന്ധ്യാസമയം 4 മണി മുതൽ 6 മണി വരെ. ഇത് വൈകുന്നേര സമയം. ഈ സമയം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ കുറച്ചും കൂടെ റിസൾട്ട് കൂടുതൽ കിട്ടും. പക്ഷേ നമ്മൾ 41 ദിവസം ചെയ്യും. 41 ദിവസം നിങ്ങൾ ചെയ്യണം. 41 ദിവസം നിങ്ങൾ ഈ മന്ത്രങ്ങൾ ഫോളോ ചെയ്ത് സിസ്റ്റമാറ്റിക്കായി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഗ്രഹമായിട്ടാണോ ബലം കുറവുള്ളത് ആ ഗ്രഹം പോസിറ്റീവായിരിക്കും. ഇതാണ് കാര്യം. ഓക്കെ. അപ്പോൾ മന്ത്രം ഇങ്ങനെയാണ് വർക്കാവുന്നത്. മനസ്സിലായില്ലേ? ഗ്രഹങ്ങളുടെ പ്ലാനറ്റ് വെച്ചിട്ടാണ്. ഓം ആദിത്യായ നമഃ എന്ന് പറയുമ്പോൾ സൺ ആക്ടിവേറ്റ് ആവും. ഓം ശും ശുക്രായ നമഃ എന്ന് ശുക്ര എന്ന് പറയുമ്പോൾ അതിൽ മൂൺ പ്ലസ് ശുക്രൻ ആക്ടിവേറ്റ് ആവും. അതിന് വേറെ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല ഗ്രഹങ്ങൾക്കും പല മന്ത്രങ്ങളുണ്ട്. ഞാൻ ചിലപ്പോൾ പറഞ്ഞ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. മീൻസ് തെറ്റിപ്പോകുക മീൻസ് അങ്ങനെയല്ല, അത് വളരെ സൂക്ഷിച്ച് മാത്രം പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ്.
തെറ്റിപ്പോകുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കുന്ന രീതിയിൽ വേറെ വ്യത്യാസം വരും, അതുകൊണ്ടാണ്. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ.